ഹായ് ഹലോ, നമ്മൾ ഈ മൂന്നാളും കൂടി പോകുന്നതേ ക്ഷേത്രത്തിലേക്കാണ്. നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വള്ളിയൂർക്കാവ് ക്ഷേത്രമാണ്. അങ്ങനെ നമ്മൾ നല്ല ലേറ്റായിട്ടാണ് പോകുന്നത്. അമ്മേനെയും വെയിറ്റ് ചെയ്തത് അങ്ങനെ ലേറ്റ് ആയതാണ്. അവിടെ എത്തിയപ്പോൾ ആരെയും കാണാനും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ഉത്സവ സീസൺ ആണെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാരായിരിക്കും. നമ്മൾ എന്താ പറയുക, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആൾക്കാരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ പോവും. അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തേക്ക് പോവുകയാണേ. നല്ല ലേറ്റായിട്ടാണ് പോയത്. അങ്ങനെ അവൻ ഫ്രണ്ടിലിങ്ങനെ പോവുക, വീഡിയോ എടുക്കുമ്പോൾ. അമ്മയുണ്ട് കൂടെ. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു ചോറൂണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ദൈവത്തെ തൊഴുതിന് ശേഷം നമ്മളിങ്ങനെ വലം വെക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. അപ്പം അവൻ എന്നോട് അവൻ്റെ കയ്യിൽ പൈസ ഇല്ല, പൈസ വേണം ഭണ്ഡാരത്തിലിടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൈസ കിട്ടുന്നത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ പോവാണ്. ഇവിടെ നല്ല തിരക്കാണ്. ഉത്സവ സീസൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനുഷ്യന്മാരെ കൊണ്ട് തട്ടിയും മുട്ടിയും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോഴാണെങ്കിൽ ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇവിടെയൊക്കെ നല്ല തിരക്കും കാര്യങ്ങളും. ഇവിടെ ഇങ്ങനെ പായസമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ കാണുന്ന ആ ഒരു കുഞ്ഞൊരു ഇതില്ലേ, അവിടെയാണിങ്ങനെ ദൈവമൊക്കെ ഇങ്ങനെ ഉറങ്ങിങ്ങനെ വരുന്നത്. ദേവി ക്ഷേത്രമാണ്. അങ്ങനെ അതും കഴിഞ്ഞ് അവൻ വീഡിയോ എടുക്കാൻ അമ്മ പോയിക്കോന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഫ്രണ്ടിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 14 ദിവസത്തെ ഉത്സവമാണ്. ഓരോ ദിവസം ഓരോ ഹിന്ദു മതത്തിൽ തന്നെയുള്ള ഓരോ കാസ്റ്റിൻ്റെ ആൾക്കാരാണ് ഓരോ ദിവസവും ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പേരിലായിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. 14 ദിവസം അന്നദാനം കാര്യങ്ങളുണ്ട്. ഇവിടെ 2 അമ്പലമുണ്ട്. താഴെ ഒരു ക്ഷേത്രമുണ്ട്. നമ്മളിപ്പോൾ മേലെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നേരത്താണ് ചെരുപ്പിടാൻ മറന്നു പോയല്ലോ എന്നോർത്ത് തിരിച്ചു പോയി ഒന്നുകൂടി ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ടാറ്റാ ബൈ ബൈ, പിന്നെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.